സൗപർണിക, നമ്മളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഈവനിങ് നമ്മുടെ രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റുകൾ ചെയ്യും, വീഡിയോസ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്താണ് സൗപർണിക്ക് പറയാനായിട്ടുള്ളത്? അല്ല, രാഹുൽ ഈശ്വർ ആദ്യം മുതലേ എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാര്യം അത് ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പല പോയിന്റിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ആദ്യമൊക്കെ. പിന്നീട് നമ്മൾ ഓരോ തെളിവുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മാറുന്നതാണല്ലോ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യരുത് എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. കാര്യം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, നമുക്ക് വീഡിയോ ചെയ്യാൻ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ മറുവശത്ത് ഇപ്പൊ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഒന്ന് ഇരയുടെ അല്ലെങ്കിൽ അതിജീവതയുടെ പേര് വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ. പക്ഷെ അത് നിലനിൽക്കുന്ന ഒരു കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം രാഹുൽ ഈശ്വർ എവിടെയും വ്യക്തമായി പേര് പറഞ്ഞിട്ടില്ല, സൂചനകൾ നൽകിയതാണ് എന്നാണ് പൊതുജനത്തിന് മനസ്സിലാകും ഈ സൂചനകളിലൂടെ ആളിതാണെന്ന്. പക്ഷെ ആളിതാണെന്ന് ഫോട്ടോ പങ്കുവെക്കുകയോ അല്ലെങ്കിൽ അത് വ്യക്തമായി പേര് പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്നതാണ്. അതിലായിരിക്കണം രാഹുൽ ഈശ്വർ കുടുങ്ങിയാലും കുടുങ്ങാൻ സാധ്യതയുള്ള ഒരു കേസ് എന്ന് പറയുന്നത്. അല്ലാതെ ആദ്യം പറഞ്ഞ വിഷയത്തില് ഒരു കേസും എടുക്കാൻ അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, പോലീസ് വാഹനത്തിൽ ഇരിക്കുമ്പോഴും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യും. അത് ഓരോരുത്തരുടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വ്യക്തി സ്വാതന്ത്ര്യമാണ് സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാത്തതും. മറുവശത്ത് ഇരയെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാൻ ആർക്കും അധികാരമില്ല. മെൻസ് കമ്മീഷൻ വേണം അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നതിനപ്പുറം പിന്നെ രാഹുൽ ഈശ്വർ പറയുന്നതെന്ന് വെച്ചാൽ, രാഹുൽ ഈശ്വർ നമ്മൾ എടുക്കുമ്പോൾ ഒരു 90% കേസുകളിലും, എനിക്ക് തോന്നുന്നു 95% കേസുകളിലും ഇരയ്ക്കൊപ്പമല്ല പ്രതിക്കൊപ്പമാണ് രാഹുൽ ഈശ്വർ നിൽക്കാറ്. അപ്പോൾ നമ്മൾ ഈ വനിതകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വനിതാ കമ്മീഷനൊക്കെ സ്ട്രോങ് ആകുമ്പോൾ ഒരുപാട് ഇല്ലാത്ത കേസുകൾ വരുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാര്യം നമുക്കിപ്പോ വ്യക്തി വൈരാഗ്യമുള്ള ഒരാളിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ കേസ് കൊടുക്കാറുണ്ട്, അത് പിന്നീട് പുറത്തു വരാറുണ്ട്. എല്ലാ കേസും അങ്ങനെയാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. എല്ലാ കാലത്തും പ്രതിക്കൊപ്പം നിൽക്കുന്ന നിലപാട് അല്ലെങ്കിൽ ഇരകളെ എല്ലാ കാലത്തും കുറ്റപ്പെടുത്തുന്ന നിലപാട് ശരിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. രാഹുൽ ഈശ്വറിന്റെ ആ നിലപാട് ശരിയുമല്ല. കാര്യം സമൂഹത്തിൽ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടവരുണ്ട്. അവർക്ക് സമൂഹത്തിന് മുന്നിലേക്ക് വരാൻ, ഒരു പരാതിപ്പെടാൻ ഇതുപോലെയുള്ള ആളുകൾ, രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ ഇരയെന്ന് പറയുന്ന എല്ലാവരെയും അടിച്ചമർത്തുമ്പോൾ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട 95% ആളുകൾക്ക് എതിർക്കുമ്പോൾ അവർക്ക് ഇപ്പൊ എനിക്കൊരു അനുഭവം പേഴ്സണലി ഉണ്ടാവുമ്പോൾ എനിക്കൊരു മടിയാണ്. സമൂഹം ഇനി ഇത് എങ്ങനെ കാണും, എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും? ഇപ്പൊ ഞാനൊരു അല്ലെങ്കിൽ നല്ല ഫെയിം ആയിട്ടുള്ള ഒരാൾ പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന ഇതായിരിക്കും, രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ എതിർക്കില്ല അല്ലെങ്കിൽ ഒരു പക്ഷം. അപ്പോൾ പ്രതികരിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടി അവർക്ക് ഇല്ലാണ്ടാക്കുന്ന തരത്തിലേക്കാണ് രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരുടെ നിലപാട് പോകുന്നത്. അതിലെനിക്ക് യോജിപ്പില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തനിക്ക് എന്ത് നിലപാടെടുക്കണം എന്ന് രാഹുൽ ഈശ്വറിന് തീരുമാനിക്കാം. വീഡിയോ ചെയ്യണ്ട എന്ന് പറയാനുള്ള അധികാരമില്ല. അതിജീവതയെ അല്ലെങ്കിൽ ഇരയെ തകർക്കുന്ന രീതിക്കോ ഇരയെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന രീതിക്കോ ഉള്ള ഒരു നിലപാടും എടുക്കാതെ രാഹുൽ ഈശ്വറിനെ തന്റെ വീഡിയോകൾ ചെയ്യാം, തന്റെ അഭിപ്രായങ്ങൾ പറയാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കുകയോ അവരെ അപമാനിക്കുന്ന തരത്തിൽ, അത് രാഹുൽ ഈശ്വർ എന്നല്ല ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാര്യം സ്ത്രീയാണ്, അവരെന്തുകൊണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു സ്റ്റാൻഡ്, എന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കേസുമായി മുന്നോട്ട് പോകട്ടെ, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. ഈ ചാറ്റുകൾ മാത്രം പുറത്തുവിടാതെ ലീഗലി മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞ പോലെ. അപ്പൊ അവര് ലീഗലി പോകുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലെ അവരെ ഒരു കോർണർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക. രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ രാഹുൽ ഈശ്വറിന്റെ വിഷയത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതായിരിക്കണം. ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നും ആയിരിക്കില്ല, ജാമ്യം കിട്ടാനാണ് സാധ്യത കൂടുതൽ രാഹുൽ ഈശ്വറിന് ഈ ഒരു വിഷയത്തില്. പിന്നെ കോൺഗ്രസ് പാർട്ടി ആദ്യമേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുത്തിരുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു രണ്ടാം ഉമ്മൻചാണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് അതിനോട് യോജിപ്പില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും ഉമ്മൻചാണ്ടിയുടെ വിഷയവും രണ്ടാണ്, രണ്ട് തരത്തിലുള്ള വിഷയമാണ്. അപ്പൊ ഒരിക്കലും ഉമ്മൻചാണ്ടിയെയും രാഹുലിനെയും വെച്ച് കമ്പയർ ചെയ്യുന്നതിനോട് പോലും ഞാൻ അതിൽ യോജിക്കുന്നില്ല. കാര്യം ഞാൻ ആദ്യം രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് നിലപാടെടുത്ത സമയത്ത് പോലും എനിക്ക് ഉമ്മൻചാണ്ടി ആ ഒരു സരിതയുടെ അല്ലെങ്കിൽ സോളാർ വിഷയവും രാഹുലിന്റെ പേരിൽ വന്നിരിക്കുന്ന ആരോപണം രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന്, രാഹുൽ നിഷേധിച്ചിട്ടില്ല. അവര് തമ്മിൽ ചിലപ്പോൾ രണ്ടുപേരുടെയും സമ്മത പ്രകാരം ലൈംഗികമായി ബന്ധം ഉണ്ടായിരുന്നിരിക്കാം, രാഹുൽ തള്ളി പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരവിടെ കൊണ്ടുവരിക, അത്തരം പരാമർശങ്ങൾ, അതൊന്നും ശരിയായ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ സന്ദീപ് വാര്യരുടെ പേരിലും കേസ് എടുക്കും, അല്ലെങ്കിൽ ഇനി അടുത്തത് ആര് സന്ദീപ് വാര്യർ ആണോ എന്ന്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ BJPയും കമ്മികളും അല്ലെങ്കിൽ സംഘികളും കമ്മികളും ഭയങ്കരമായിട്ട് അടുത്ത സന്ദീപ് വാര്യറാണ്. കാര്യം സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം
ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ആളാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ സംഘികൾക്കും കമ്മികൾക്കും സന്ദീപ് വാര്യരോട് ഒരു ദേഷ്യം നേരത്തെ കൂട്ടിയുണ്ട്. അപ്പം സന്ദീപ് വാര്യർ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമുണ്ട്. ഇതിന്റെ അകത്ത് എനിക്ക് മനസ്സിലായ കാര്യം, സന്ദീപ് വാര്യർ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല. സന്ദീപ് വാര്യർ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന് പറയുന്നതാണ് സന്ദീപ് വാര്യരുടെ തെറ്റ്. അതിപ്പം ജാമ്യമില്ലാത്ത വകുപ്പൊന്നുമല്ല, സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല, ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളത്. ഇത് ഈ പറയുന്ന പോലെ ഭരിക്കുന്നത് CPM ആയതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, കോടതിക്ക് മുന്നിൽ പോകുമ്പോൾ ജാമ്യം കിട്ടുക തന്നെ ചെയ്യും. പിന്നെ 2 സ്ത്രീകൾക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. അവിടെയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കാര്യം. ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, ഞാൻ മറ്റൊരു സ്ത്രീയെ അപമാനിച്ചാൽ അവിടെ കേസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആ കേസ് നിലനിൽക്കില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിജീവിക്കൊപ്പം നിൽക്കുക. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം, പക്ഷെ അത് ഇരയെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടോ മാനസികമായി ചൂഷണം ചെയ്തുകൊണ്ടോ ചെയ്യാൻ പാടില്ല. അതിനിപ്പോ ഒരു മെൻസ് കമ്മീഷനും വേണ്ട, വനിതാ കമ്മീഷനും വേണ്ട, ഇതൊന്നും വേണ്ട. നമ്മുടെ ഒരു ലോജിക്കാണ്. ഒരാള് നമ്മൾ കോർണർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കണം. ഇപ്പൊ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാഹുലിനെ തെളിയിക്കാം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റുകാരനല്ല എന്നുള്ളത്. അല്ലാതെ ഇരിക്കുന്ന രാഹുൽ അല്ലെങ്കിൽ ഒളിവിലായിരിക്കുന്ന രാഹുലിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ മാനസികമായി തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടും അത് ആരെടുത്താലും, അതിപ്പോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എടുത്താലും മറ്റുള്ളവരെടുത്താലും അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ ആരെടുത്താലും അത് ശരിയായിട്ടുള്ള ഒരു നിലപാടേ അല്ല. കാര്യം സ്ത്രീകൾക്ക് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, ഇരകളെന്ന് പറയുന്നത് പലതും സൃഷ്ടിക്കപ്പെടുന്ന ഇരകളാണ്. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. പലരും ഇരകൾ വെറും ഞാൻ പറഞ്ഞ പോലെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലുള്ള ഇരകളാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. രാഹുൽ ഈശ്വറിന്റെ നിലപാടുകളാണ് പറയുന്നത്, എല്ലാ കാര്യത്തിലും തന്റെ നിലപാടാണ് പറയുന്നത്. പക്ഷെ ഒരു 95% പ്രതിക്കൊപ്പം നിലകൊള്ളുന്ന നിലപാടാണ് എടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. പിന്നെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അത് ആദ്യം ചിന്തിക്കുക, ഒരു സ്ത്രീയാണ്, അവരുടെ മാനസികാവസ്ഥ എല്ലാം പരിഗണിക്കുക. അല്ലാതെ ഈ ഒരു കേസിൽ രാഹുൽ ഈശ്വറിനെ അകത്തിടാം എന്നൊന്നും ഇടാൻ കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ജാമ്യം കിട്ടി രാഹുൽ ഈശ്വർ പുറത്തിറങ്ങുക തന്നെ ചെയ്യും.